കബനി പുഴയ്ക്ക് കുറുകെ ഒരു പാലം എന്ന പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് ഇന്നും പാഴ്വാക്കാകുന്നു. വയനാട് പനമരം നീരട്ടാടിയിലെ ബസ്തിപ്പൊയിൽ നിവാസികൾ ജീവൻ പണയപ്പെടുത്തിയാണ് ഇന്നും പുഴ കടക്കുന്നത്. തടയണയിലൂടെയുള്ള ഇവരുടെ യാത്ര ഏതു നിമിഷവും വലിയൊരു അപകടത്തിന് വഴിവെച്ചേക്കാം. കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകൾ നിത്യവും ഉപയോഗിക്കുന്ന ഈ വഴി നിലവിൽ ഒരു മരണക്കെണിയായി മാറിയിരിക്കുകയാണ്. മഴക്കാലമെത്തി പുഴയിലെ ജലനിരപ്പ് ഉയർന്നാൽ പനമരം ഉന്നതി നിവാസികളുടെ നെഞ്ചിടിപ്പേറും. നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തടയണയിലൂടെ പുഴ കടക്കാൻ കഴിയാത്ത സാഹചര്യമാകും. പാലം വേണമെന്ന ആവശ്യം പലപ്പോഴായി അധികൃതർക്ക് മുന്നിൽ എത്തിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. മഴക്കാലത്തൊക്കെ ഞങ്ങൾ ഇതിലെ ബുദ്ധിമുട്ടായി നടക്കുന്നത്. ചങ്ങാടാണ് ഞങ്ങൾ അധികം ഉപയോഗിക്കുന്നത്. റേഷൻ കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അരിയൊക്കെ നനഞ്ഞു പോകുന്നുണ്ട്. മഴക്കാലത്ത് വോട്ടിന് വരുമ്പോൾ എല്ലാം ശരിയാവും. തിരിച്ച് ജയിച്ചു കഴിയുമ്പോൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഉന്നതിയോട് ചേർന്ന് റോഡുണ്ടെങ്കിലും പനമരം ടൗണിലേക്ക് എത്തിച്ചേരാൻ 6 കിലോമീറ്റർ സഞ്ചരിക്കണം. വാഹന സൗകര്യങ്ങളില്ലാത്തവർക്ക് ഈ യാത്ര വളരെ പ്രയാസമാണ്. ഞങ്ങൾക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിലെ പോകുന്ന കാര്യത്തിൽ. കുറേ ചുറ്റി വളഞ്ഞിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് വരാനായിട്ട്. വണ്ടിക്കൂലിയൊക്കെ ഒരുപാടാകും. ഇതിലെ ഒരു പാലം കിട്ടിയാൽ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഒരുവിധം കഴിവുള്ളവരൊക്കെ വണ്ടിയിലും അങ്ങനെ കൊണ്ടാക്കിയെങ്കിലും കഴിവില്ലാത്തവർക്ക് സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കരാവണ്ടേ. ഉന്നതി നിവാസികൾ വീട്ടുസാധനങ്ങളെല്ലാം ഇതുവഴി തലച്ചുമടായാണ് കൊണ്ടുപോകുന്നത്. ജീവിതത്തിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കാൻ ജീവൻ പണയം വെച്ചുള്ള യാത്ര എന്ന് തീരുമെന്നത് ചോദ്യചിഹ്നമായി തുടരുകയാണ്. പുഴയ്ക്ക് കുറുകെയുള്ള നടത്തം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നടക്കുമ്പോൾ ചുവടൊന്നു പിഴച്ചാൽ കുത്തൊഴുക്കിൽ പെട്ടുപോകുന്ന അപകടാവസ്ഥ. കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കൊന്ന് പോകാനോ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ. അന്നേരം അപ്പുറത്ത് കൂടെയുള്ള വഴികൾ കൂടി ദൂരെയുള്ള വഴികൾ കൂടിയാണ് പോകുന്നത്. തീരെ പറ്റാണ്ടാകുമ്പോൾ സ്കൂളിൽ പോകാറില്ല. പുഴയിലെ ജലനിരപ്പ് ഉയർന്നാൽ സ്വന്തമായി നിർമ്മിച്ച ചങ്ങാടത്തിലാണ് ഇവർ പുഴ കടക്കുക. മഴക്കാലം മറ്റുള്ളവർക്ക് സന്തോഷത്തിന്റെ കാലമാണെങ്കിൽ ഈ മനുഷ്യർക്ക് അതൊരു ആശങ്കയുടെ തോരാപ്പെയ്ത്താണ്. പാലം യാഥാർത്ഥ്യമായാൽ 100 മീറ്ററിനുള്ളിൽ പ്രധാന ബസ് റൂട്ടിലെത്താം. 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പനമരം ടൗണിലെത്താനാകും. മഴക്കാലം എത്തിയാൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത മുള കൊണ്ട് നിർമ്മിച്ച ചെങ്ങാടങ്ങൾ ഉപയോഗിച്ചാണ് ഉന്നതി നിവാസികളടക്കമുള്ള പ്രദേശവാസികൾ ഈ പുഴ കടക്കുന്നത്. ഈ ദുരിതത്തിന് എത്രയും വേഗം പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.